ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ബാസ്ക്കറ്റാണ്. അതും ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞത് ഇവിടെ വേസ്റ്റാക്കി ഇട്ടിരിക്കുന്നത്, നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന എല്ലാ ഐറ്റംസും നമ്മൾ മനോഹരമായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു അടപ്പാണ്, അത് ആ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൽ കട്ട് ചെയ്ത് അതിനെ ഞാൻ ആ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് അതിന് ചുറ്റും നമ്മൾ റൗണ്ടായിട്ട് വളച്ച് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ചെയ്ത് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ബാലൻസ് പോർഷനും കൂടി കട്ട് ചെയ്തത് ഫെവിബോണ്ട് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഈ ഒട്ടിച്ചതിന് ശേഷം ഇനി ഇതിൽ ചുറ്റും ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പീസായിട്ട് ഇതിൻ്റെ തന്നെ നമുക്ക് വേണ്ടുന്ന വലുപ്പത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നീളം അനുസരിച്ച് നമുക്കെടുത്ത് ഓരോ പീസായിട്ടുള്ള സ്ക്വയർ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടതിന് ശേഷം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. വെറുതെ കട്ട് ചെയ്ത് കുറേ പീസസുകൾ നമ്മൾ ഇട്ടതിന് ശേഷം സ്റ്റാപ്ലർ സെൻറ്റർ കോർണർ ടു കോർണർ 2 സൈഡും സ്റ്റാപ്ലർ വെച്ച് അടിച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ഡിസൈൻ ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സ്റ്റാപ്ലർ അടിച്ചതിന് ശേഷം വീണ്ടും ഇതെല്ലാം കംപ്ലീറ്റ് സ്റ്റാപ്ലറിലാണ്. അത് ആ ഒരു ബൗളിലോട്ട് ചേർത്ത് വെച്ച് സ്റ്റാപ്ലർ അടിച്ചിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. ഇനി അതിൻ്റെ ആ ഒരു ഹാൻഡിൽ അത് വളച്ചിതുപോലെ സ്റ്റാപ്ലർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു ലേസ് അവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റാപ്ലർ ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഒരു സെൻറ്ററിൽ ചെറിയ റൗണ്ട് ഷേപ്പ്, ഇത് കണ്ടില്ല, റൗണ്ട് ഷേപ്പ് വൈറ്റ്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെൻറ്ററിൽ വൈറ്റ് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. അത് മാത്രമാണ് ഫെവിബോണ്ട് യൂസ് ചെയ്ത് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ ആ ഒരു ബൗളും ബാക്കിയെല്ലാം സ്റ്റാപ്ലർ വെച്ച് പെട്ടെന്ന് അടിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്കത് നമ്മൾ ഡൈനിങ് ടേബിളിലോട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന, ഇതിപ്പം ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കളർ ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേറെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാവുന്ന ഒരു ബാസ്ക്കറ്റാണ്. അത് സ്റ്റാപ്ലർ ചെയ്തിരിക്കുകയാണ് എല്ലാം, ഒരു ഡിസൈനും എല്ലാം സ്റ്റാപ്ലർ ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഒരു ഹാൻഡിലോട്ട് ഇതാണ്ടില്ലേ, റൗണ്ട് ഷേപ്പായിട്ട് വെറുതെ റൗണ്ടായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. എന്ത് മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, വളരെ പെട്ടെന്ന് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഹാൻഡിലും ഒക്കെ ചെയ്ത്, അതായത് വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. മനോഹരമായിട്ടുള്ളൊരു ഐറ്റം ആക്കി എടുക്കാം. നമുക്ക് ഇതിൽ ഫ്ലവർ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ക്രേപ്പ് പേപ്പർ ഫ്ലവേഴ്സോ നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സോ ഏത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഷോക്കേസുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാവുന്ന ഓരോ ഐറ്റംസുകളാണ്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഏതെല്ലാം ഈ ബൗളുകളും പ്ലാസ്റ്റിക് ബൗളുകളും എല്ലാം വെച്ച് നമുക്ക് ഓരോരോ ഐറ്റംസുകൾ